മലയാള ചലച്ചിത്ര അഭിനേതാവും സ്വഭാവ നടനുമായ സുനിൽ സുഗതന്റെ തൃശൂർ പൂര വിശേഷങ്ങളും ഓർമ്മകളും കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവച്ചു. രേണുക രാജചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ പൂരം അങ്ങനെ പൊടി പൊടിക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് സുല്ലേട്ടനാണ്. തൃശൂർക്കാരന്റെ സ്വന്തം സുല്ലേട്ടനാണ്. ചേട്ടാ, തൃശൂർ പൂരം ഇത്ത കളറാക്കുന്നേ? എല്ലാ കൊല്ലവും കളറാക്കുന്ന പോലെ ഈ കൊല്ലം കളറാക്കണം. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ കളറല്ലേ, കളറിന്റെ ഒരു ആഘോഷമല്ലേ. അപ്പം നമ്മളെപ്പോഴും പ്രതീക്ഷയോട് കൂടി കാണുന്ന ഒരു സമയമാണ് പൂരത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ. അതെന്താ പറയുക, ഒരു ഉത്സവമല്ല, ഒരു വികാരമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതെല്ലാ കൊല്ലം എല്ലാവരും അതുപോലെ ശ്രമിക്കും. ചേട്ടന്റെ ഒരു പൂരം ഓർമ്മകളൊക്കെയാ? പൂരം ഓർമ്മകൾ, ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ പൂരം കാണുന്ന ഒരാളാണ്. പൂരം അധികം വെക്കേഷൻ സമയത്ത് വരാറുണ്ട്. വെക്കേഷൻ സമയത്ത് തന്നെ ഇപ്പം വരാറ്. അപ്പോൾ നമുക്കൊരു പുനഃസംഗമത്തിൻ്റെ ഒരു സമയമാണ്. കാരണം നമ്മുടെ കൂട്ടുകാർ സ്കൂളൊക്കെ പൂട്ടിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന പൂരപ്പറമ്പിലൊക്കെ വെച്ചിട്ട് ഇവിടെയൊക്കെ വെച്ചിട്ട് പലരും കാണുന്ന വിശേഷങ്ങൾ കൈമാറുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഇഷ്ടംപോലെ ബന്ധുക്കളും ആളുകളൊക്കെ നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരും. നമ്മുടെ വീട്ടിലൊക്കെ വളരെ തിരക്കാവും. പലപ്പോഴും നമുക്ക് പോലും അറിയില്ല ആരൊക്കെയാണെന്നൊക്കെ. അത്രയധികം തിരക്കൊക്കെ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. വീട്ടിൽ നിന്ന് ആളുകൾ വരികയും അവിടെ താമസിക്കുന്നത് അനുഗ്രഹം വന്ന് താമസിക്കും, ഭക്ഷണം കഴിക്കും, പോരും, അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വളരെ എന്താ പറയുക, വളരെ ആക്റ്റീവായ ഓർമ്മകളുണ്ട്. ഇപ്പോഴത്തെ ഓർമ്മകളും ഇപ്പോൾ പൂരം ഭയങ്കര ക്രൗഡഡായി പണ്ടത്തിൽ നോക്കുമ്പോൾ. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ അനിയന്മാരെയും ഒരൊക്കെ കൊണ്ടുവന്നിട്ട് പൂരം കാണിക്കാറൊക്കെ അവരെടുത്ത് കാണിക്കുന്നതൊക്കെ അത്ര ഇതായിരുന്നില്ല. ഇപ്പോൾ പൂരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് അന്നത്തെ തൃശ്ശൂർ വേണമെങ്കിൽ കേരളത്തിൻ്റെ ഉത്സവമായിരുന്നു എന്ന് പറയാം. എല്ലാവരും കേരളത്തിനല്ല, ഇപ്പോൾ അത് ലോകത്തിൻ്റെ തന്നെ ഉത്സവമായി മാറി. അത്രമാത്രം പബ്ലിസിറ്റി പുതിയ മീഡിയ ഒക്കെ വന്ന കാരണം അത്ര അതുമായി. അപ്പോൾ പൂരത്തിൻ്റെ പിന്നിൽ വലിയൊരു അധ്വാനവും കൂട്ടായ്മയൊക്കെ ഉണ്ട്. അത് മുഴുവനും ലോകം അറിയുന്നു. സന്തോഷമാണ്. ചേട്ടന്റെ പൂരമായിട്ട് എന്തായിരിക്കും സ്പെഷ്യലായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലാണ്? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇത് പരിപാടി ഞാൻ ശരിക്കും പറഞ്ഞാൽ പൂരം നമ്മൾ പൂരത്തിൻ്റെ ഉള്ളിൽ തന്നെ ആസ്വദിക്കണം. ആ തിക്കും തിരക്കും ചൂടും പുകയൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ ആസ്വദിക്കണം. പക്ഷേ അതിപ്പോൾ ഈ സിനിമയിൽ വന്നതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടാണ് അത്തരം കാര്യങ്ങൾ. ഞാനപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് ഇടയ്ക്ക് ഇല്ല ആദ്യം വരാറൊക്കെ ഉണ്ട്. എന്നാലും മറ്റു തരത്തിൽ പണ്ടത്തെ പോലത്തെ ഒരു ആസ്വാദനം നടക്കുന്നില്ല. എനിക്ക് ഇതില്ല, അത് മിസ്സിംഗ് ആണ്. മഴ നമുക്കൊരു വെല്ലുവിളിയല്ല എന്തായാലും പൂരത്തിന്? വെല്ലുവിളിയൊക്കെ തന്നെയാണ്. മഴ എത്ര തന്നെ നോക്കിയാലും അസൗകര്യം തന്നെയായിരിക്കില്ല. പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ചില ഭയങ്കര മഴയൊക്കെ ഉണ്ടായ പൂരമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഭയങ്കര മഴ ഉണ്ടായിട്ട് എഴുന്നള്ളിപ്പ് മാറ്റി വെടിക്കെട്ട് മാറ്റി വെച്ച ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സംഭവിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ പൂരം പൊളിപ്പൊളിക്കും. എല്ലാ തവണത്തെയും ഇത്തവണ ഗംഭീരമായിട്ടെ പൂരം. ഹാപ്പി പൂരം എല്ലാ പ്രശ്നവും.